പ്രകോപനമില്ലാതെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇനി ആക്രമണം നടത്തില്ലെന്ന് ഇറാൻ. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ആക്രമണങ്ങൾക്ക് മാപ്പ് പറയുന്നതായും ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചു. با قدرت دفاع کنیم و تا پای جان ایستاده تا ایرانمون رو سربلند از این بحرانی که هست بیرون بکشیم و اینکه ما بدون قید شرط بخوایم تسلیم بشیم یه چنین خوابی رو اینا باید با خودشون به گور ببرن. آنچه که ما باش پایبندیم قوانین بین المللی است، چارچوب‌های انسانی است و اون اصولی که اینا دم ازش میزنن اصولا باید به همون پایبند باشن و حق و حقوق همه کشورها رو و طبیعتا ایران ما رو اینا حق ندارند نادیده بگیرن. من اینجا لازم از کشورهای همسایه که مورد حمله قرار گرفتن از طرف ایران از طرف خودم عذرخواهی کنم برای اینکه ما این روند با اوضاعی که اتفاق افتاد فرماندهان ما، رهبر ما، عزیزان ما در حقیقت جان خودشون رو از دست دادن به خاطر تجاوز وحشیانه‌ای که داشت و نیروهای مسلح ما قهرمانانی که جان کف دستشون گذاشتن که از تمامیت ارضی دفاع کنن. സാഹചര്യം അനുകൂലമായതോടെ പശ്ചിമേഷ്യയ്ക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതായി എമിറേറ്റ്സ് അറിയിച്ചു. ഖത്തർ പുറപ്പെടുവിച്ചിരുന്ന ജാഗ്രതാ നിർദ്ദേശവും പിൻവലിച്ചതായി അറിയിപ്പുണ്ട്. അതിനിടെ കൊച്ചിയിൽ ഇറാൻ കപ്പൽ അടുപ്പിക്കാൻ അനുവദിച്ചത് മാനുഷിക മൂല്യങ്ങൾ കണക്കിലെടുത്താണെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അറിയിച്ചു. For us, when this ship wanted to come in and that too in difficulties, I think it was the humane thing to do, and I think we were guided by that principle. And in a sense of the other ships, one obviously had a similar situation in Sri Lanka, and they took the decision which they did, and one unfortunately didn't make it. I think where we really approached it from the point of view of, in a sense, of humanity, of other than whatever the legal issues were, and I think we did the right thing. മാനുഷിക മൂല്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മാത്രമെന്ന് ജയശങ്കർ വ്യക്തമാക്കുകയാണ്. മനു ഭരത് ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. മനു, ഇനി ആക്രമിക്കില്ല, പക്ഷേ കീഴടങ്ങില്ല. അയൽ രാജ്യങ്ങളോട് മാപ്പും അറിയിക്കുന്നുണ്ട്. പക്ഷേ അയൽ രാജ്യങ്ങളിൽ നിന്നും ഇനി ആക്രമണം വന്നാൽ തിരിച്ചടിക്കുമെന്നും പെസഷ്കിയാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാന്റെ ഈ മാപ്പ് പറച്ചിൽ എങ്ങനെ തുടർ നീക്കങ്ങളെ കാണണം? ഇറാൻ പ്രസിഡന്റിൻ്റെ ഈ പ്രസ്താവനയെ സമാധാനത്തിലേക്കുള്ള ഒരു ചെറിയ ചുവട് എന്ന തരത്തിൽ തന്നെയാണ് ആഗോളതലത്തിൽ മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത്. കാരണം മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു. സ്വാഭാവികമായും അധിക നാൾ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാതെ ഇത് പരിഹരിക്കാൻ കഴിയും എന്ന തരത്തിലുള്ള പ്രത്യാശ പല കോണുകളിലും ഉണ്ട്. പക്ഷേ ഇത് എപ്പോൾ അവസാനിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നു. ഒരു നിരുപാധികമായ ഒരു കീഴടങ്ങലാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. അതിന് ഈ ഘട്ടത്തിൽ ഇറാൻ തയ്യാറല്ല. തങ്ങളുടെ സ്വപ്നങ്ങൾ തങ്ങളുടെ ഈ കുഴിമാടം വരെ കൊണ്ടുപോകാൻ തയ്യാറാണ് എന്ന തരത്തിൽ അവർ പ്രതികരിക്കുന്നു. അതേസമയം സമാധാനത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഒപ്പം നിൽക്കും എന്നവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇത് പ്രതീക്ഷകൾ നൽകുന്നു. പക്ഷേ ഇത് എപ്പോൾ സാധ്യമാകും എന്നതിനെ സംബന്ധിച്ച് ഒരു സൂചനയും നൽകുന്നില്ല. അതേസമയം പലയിടങ്ങളിലും യുദ്ധത്തിൻ്റെ കൂടുതൽ ഭയാനകമായ വാർത്തകൾ പുറത്തു വരുന്നു. ഹെസ്ബുള്ള ഇസ്രയേൽ ആക്രമണം തുടരുന്നു. ഹെസ്ബുള്ള ഇസ്രയേൽ ആക്രമണം തുടരുന്നു. ലെബനനിൽ ഈ ആക്രമണത്തിൻ്റെ നേർക്കാഴ്ചകൾ വരികയാണ്. അവിടെ നിന്ന് ഈ ബേക്ക പട്ടണത്തിൽ നിന്നാണ് താഴെത്തട്ടിൽ കരസേനകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ വരുന്നു. ഒപ്പം തന്നെ ഇറാനും സൗദി അറേബ്യയും ഒക്കെ ഈ പ്രശ്നങ്ങൾക്ക് കൊടുക്കുമ്പോൾ പാകിസ്ഥാൻ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും, എത്ര കാലം അവർ ഇങ്ങനെ നിഷ്പക്ഷരായി നിൽക്കും എന്നൊക്കെയുള്ള ചോദ്യം അന്താരാഷ്ട്ര സമൂഹങ്ങളിൽ ശക്തമായി വരുന്നു. ഈ ഗൾഫ് മേഖലയിൽ ഇനി ഇറാൻ ഏത് തരത്തിൽ അവിടെ ആക്രമണം എങ്ങനെ മാറ്റും എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നു. യമനിലെ ഹൂതികൾ അവിടെ ഒരു നിലപാട് എന്താണ്? ഈ ഇസ്രായേൽ US ഇറാൻ ആക്രമണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഹൂതികൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഇനി നിർണായകമാണ്. ഏതായാലും തെഹ്റാനിൽ ഇപ്പോഴും വ്യാപകമായ ആക്രമണം നടക്കുന്നു എന്നത് ഒരു വശത്ത് വരുന്നു. ഖത്തറിൽ ആക്രമണം വന്നതായും അവിടെ നിന്ന് മിസൈലുകൾ തടഞ്ഞതായും ഖത്തറിൻ്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തിക മേഖല വലിയ തോതിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു. ഇറാൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നു. അത് തുടർന്ന്
അടഞ്ഞുകിടക്കും എന്ന തരത്തിൽ തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ബഹ്റിൻ ഇപ്പോൾ 86 മിസൈലുകളും 148 ഡ്രോണുകളും ബഹ്റിൻ തടയാൻ ശ്രമിച്ചു എന്ന അവരുടെ വാർത്താക്കുറിപ്പ് വ്യക്തമാക്കുന്നു. അവരുടെ ഗ്രൗണ്ട് ജനറൽ കമാൻഡ്, ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ ജനറൽ കമാൻഡ് വ്യക്തമാക്കുന്നത് 86 മിസൈലുകൾ അങ്ങോട്ടേക്ക് വിക്ഷേപിക്കപ്പെട്ടു എന്നതാണ്. അപ്പോൾ ഏതായാലും മധ്യേഷ്യയിൽ ആക്രമണം തുടരുന്നു. പലയിടങ്ങളിലും മാസീവ് എക്സ്പ്ലോഷൻസ് കേൾക്കുന്നു. ഇത് ഈ യുദ്ധം കനത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. മലയാളികൾ ഇനി കുടുങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ അവരുടെ വരവ്, ഇതൊക്കെ വലിയ തോതിൽ ചർച്ചയാകുന്നു. ഇറാനിൽ ഒരു മലയാളി കുടുങ്ങി എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് വലിയ തോതിൽ ആശങ്കയ്ക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ ദുബായ് എയർപോർട്ട് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഭാഗികമായി തുറന്നിരിക്കുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ വരുന്നു. നേരത്തെ അത് അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് ദുബായ് എയർപോർട്ട് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ്. സ്വാഭാവികമായും അവിടെ ചില പ്രശ്നങ്ങളുണ്ടായതിനെ തുടർന്ന് അത് അടച്ചിടേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ ഭാഗികമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ദുബായ് വേൾഡ് സെൻട്രൽ അൽ മക്ദൂം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അങ്ങനെ പലയിടങ്ങളിൽ നിന്നും ശക്തമായ ആക്രമണത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ ലെബനൻ കേന്ദ്രമാക്കി ശക്തമായ ആക്രമണത്തിൻ്റെ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഹരി, മനുവാണ് ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ നൽകിയത്.